2025 എന്ന വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആദ്യ 2 മാസത്തിൽ അഥവാ വെറും 59 ദിവസത്തിനുള്ളിൽ മാത്രം 70 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മിക്ക കേസുകളിലും ലഹരിയുടെ സാന്നിധ്യം കാണാം. ഈ വർഷത്തിലെ ആദ്യ 66 ദിവസത്തിൽ മാത്രം 2721 ലഹരി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ അപായ മുനമ്പിലാണ് ഈ നാട് എന്ന് പറയാം. ലഹരിയിൽ മുങ്ങിയ അക്രമാസക്ത മനസ്സുകളുടെ അതിക്രൂരമായ ചെയ്തികൾ ഇതുവരെ കാണാത്തൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടുന്നു. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകളും വെളിപ്പെടുത്തലുകളും കണക്കുകളും നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയെ അത്രമേൽ ഭയപ്പെടുത്തുന്നു. പകർച്ചവ്യാധി പോലെ പടരുന്ന ലഹരിയുടെ നീരാളി കൈകൾ നമ്മുടെയൊക്കെ വീടകങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, ചുറ്റുപാടിൽ പിടിമുറുക്കിയിട്ടുണ്ടാകാം. ജാഗ്രത വേണമെന്ന് ഓരോ നിമിഷവും നാം ആവർത്തിക്കേണ്ടി വരികയാണ്. എത്ര മുറിച്ചു മാറ്റുമ്പോഴും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും വേരുറപ്പിക്കുകയാണ് ലഹരി സംഘങ്ങൾ. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നാട് ലഹരിക്കയത്തിൽ മയങ്ങിക്കിടക്കുകയാണ്. സമനില തെറ്റി അക്രമം നടത്തുന്നവരെ നിലയ്ക്ക് നിർത്താനാവാതെ നിയമപാലക സംവിധാനവും പാടുപെടുന്നു. കൃത്യവും വ്യക്തവും സൂക്ഷ്മവുമായ ഇടപെടലുകൾ ഉണ്ടായേ തീരൂ. ഈ കെട്ടകാലത്തെ ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാൻ, സമൂഹത്തെ ബാധിച്ച ലഹരിയുടെ കെട്ടിറക്കാൻ കൂട്ടമായി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. നമ്മുടെ നല്ല കേരളത്തെ വീണ്ടെടുക്കാൻ നമ്മൾ ഒന്നിച്ചിറങ്ങേണ്ടത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ന്യൂസ് ബസ് ചോദിക്കുന്നു, എങ്ങനെ നാം കരകയറും?